ആവർത്തന പുസ്തകം അധ്യായം 24. ദൈവമേ, വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവളോടുകൂടെ ശയിച്ച ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അപ്രിയം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കാം. അവൻ്റെ ഭവനത്തിൽ നിന്ന് പോയ ശേഷം അവൾക്ക് മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവും അവളെ വെറുത്ത് ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായി എടുത്ത ശേഷം ഭർത്താവ് മരിച്ചു പോകുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുൻ ഭർത്താവ് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് ദൈവം മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചയുടനെ അവൻ യുദ്ധത്തിന് പോകരുത്. അവൻ യാതൊരു കാര്യത്തിനും പോകേണ്ടതില്ല. ഭാരവും ചുമത്തരുത്. അവൻ ഒരു സംവത്സരം വീട്ടിൽ സ്വതന്ത്രനായിരുന്നു. താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ ആരും പണയം വാങ്ങരുത്. അത് ജീവനെ പണയം വാങ്ങുകയാണല്ലോ. ആരെങ്കിലും തന്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളിൽ ഒരുവനെ മോഷ്ടിച്ച് അവനോട് കഠിനമായി പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് അധർമ്മം നീക്കിക്കളയണം. കുഷ്ഠരോഗബാധക്കാരിൽ വളരെ സൂക്ഷിച്ചിരിപ്പാനും ലേവ്യരായ പുരോഹിതന്മാർ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്നത് പോലെ ചെയ്യുവാനും ഉത്സുകരായിരിക്കണം. ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ കർത്താവ് വഴിയിൽ വച്ച് മറിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളണം. കൂട്ടുകാരന് എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവൻ്റെ പണയം വാങ്ങുവാൻ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്ത് കൊണ്ടുവരണം. അവൻ ദരിദ്രനെങ്കിൽ നീ അവൻ്റെ പണയം കൈവശം വച്ചുകൊണ്ട് ഉറങ്ങരുത്. അവൻ തൻ്റെ വസ്ത്രം പുതച്ചുറങ്ങിയിട്ട് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവന് മടക്കി കൊടുക്കണം. അത് നിന്റെ ദൈവമായ കർത്താവിന് മുമ്പാകെ നിനക്ക് നീതിയായിരിക്കും. നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അതത് ദിവസം തന്നെ കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും കൂലിക്കായി നിന്നെ ആശ്രയിച്ചിരിക്കുന്നവനുമാണല്ലോ. അവൻ നിനക്ക് വിരോധമായി ദൈവത്തോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത്. മക്കൾക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. അവനവൻ്റെ പാപത്തിന് അവനവൻ തന്നെ മരണശിക്ഷ അനുഭവിക്കണം. പരദേശിയുടെയും അനാഥന്റെയും ന്യായം അരിച്ചു കളയരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങിക്കുകയും അരുതേ. നീ മിസ്രയീമിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് രക്ഷിച്ച് എന്നും ഓർത്തുകൊള്ളണം.
അത് നിമിത്തമാണ് ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്ത ശേഷം ഒരു കറ്റ വയലിൽ മറന്നുപോയാൽ അത് എടുക്കുവാൻ മടങ്ങിപ്പോകരുത്. നിന്റെ ദൈവമായ നിന്റെ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമായിരിക്കട്ടെ. ഒലിവ് വൃക്ഷത്തിൻ്റെ ഫലം പറിക്കുമ്പോൾ കൊമ്പിലുള്ളത് മുഴുവനും പറിക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമായിരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം വറുത്തെടുക്കുമ്പോൾ കാര പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും ഓർക്കണം. അതിനാലാണ് ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.